അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത അശുദ്ധിയുള്ള സ്ത്രീകൾ എന്താണ് ചൊല്ലേണ്ടത്? പ്രിയമുള്ള സഹോദരിമാരെ, മനസ്സിലാക്കുക, അറഫ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ദിക്റുകളും സ്വലാത്തുകളും അറഫാ ദിനത്തിൽ പരമാവധി വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് അറഫാ ദിനത്തിൽ ചൊല്ലാൻ മുത്തനിബിതങ്ങൾ നിർദ്ദേശിച്ച ദിക്റ് പറയാം. ഈ ദിക്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാം. ദിക്റ് പറയാം: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചുരുങ്ങിയത് 100 തവണ ചൊല്ലുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചൊല്ലുക. അതുപോലെ അറഫാ ദിനത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 1000 തവണ ഓതുക. ഖുർആൻ 1/3 പ്രതിഫലം ഉള്ള ഈ ചെറിയ സൂറത്ത് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം ലഭിക്കും. അപ്പോൾ 1000 തവണ ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലം നിങ്ങൾക്ക് വാരിക്കൂട്ടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറത്തിൻ യൗമ അറഫ ഉതിയ മാ സഅല. ആരെങ്കിലും അറഫാ ദിനത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതിയാൽ ചോദിക്കുന്നതെല്ലാം അവന് റബ്ബ് നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അറഫാ ദിനത്തിൽ രാത്രിയും പകലിലുമായി സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ എല്ലാവരും ചൊല്ലിത്തീർക്കുക. മേൽപ്പറഞ്ഞ ദിക്റുകൾ ചൊല്ലുക, ദുആ ചെയ്യുക. നിങ്ങൾക്ക് ചോദിച്ചത് റബ്ബ് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.